എനിക്കൊരു രാഷ്ട്രീയവുമില്ല. നിഷ്പക്ഷമായ ചില കാര്യങ്ങൾ പറയുകയാണ്, കേൾക്കണം. ഞാൻ 3 കൊല്ലം ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. സന്നിധാനത്ത് 2 വർഷവും 1 വർഷം പമ്പയിലും. സന്നിധാനത്തിൽ 18-ാം പടിക്ക് വീതി കുറവാണ്, സ്റ്റീപ്പാണ്. പ്രസിഡന്റ് ദ്രൗപദി മുമ്പ് കയറിപ്പോകുന്ന കാഴ്ച നിങ്ങൾ ടെലിവിഷനിൽ കണ്ടില്ലേ? അവിടെ പതുക്കെ ഒരു ഭക്തന് കയറാൻ പറ്റുള്ളൂ. 2 സൈഡിൽ നിൽക്കുന്ന പോലീസുകാർ അവരെ പിടിച്ച് കയറ്റുകയാണ്. അവിടെ 18-ാം പടിയുടെ 2 സൈഡിലായിട്ട് 36 പോലീസുകാരുണ്ട്. അവരൊരു 4 മണിക്കൂർ ജോലി ചെയ്ത് കഴിയുമ്പം അവരുടെ നട്ടലും കൈയും കാലും ഒക്കെ വേദനയാണ്. പിന്നെ അവർ 5-8 മണിക്കൂർ കയറി കിടന്ന് ഉറങ്ങുകയാണ്. 1 മിനിറ്റ് കൊണ്ട് അവിടെ 50 പേരെ കയറാൻ പറ്റുള്ളൂ. എങ്ങനെ പോയാലും 55,000 60,000 പേരിൽ കൂടുതൽ ശബരിമലയിൽ 18-ാം പടി കയറാൻ പറ്റില്ല. ആ സ്ഥലത്താണ് ഒരു ദിവസം 90,000 1 ലക്ഷം പേര് ഇന്നലെ വന്ന് കയറിയത്. ആ 1 ലക്ഷം പേര് വന്നിട്ടും ഒരു സംഭവം ഉണ്ടാവാതെ ആ സംഭവം മാനേജ് ചെയ്തത് പോലീസിന്റെ സുത്രഹ്യമായ കഴിവാണ്. ശ്രീജിത്ത് ആ ശബരിമല പല വർഷം ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വളരെ എഫിഷ്യൻ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടാണ് അവിടെ ഒരു സ്റ്റാമ്പീഡ് ഉണ്ടാവാതെ ആരും മരിക്കാതെ രക്ഷപ്പെട്ടത്. ഇത് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ 50,000 പേരെ ഒരു ദിവസം കയറ്റി വിട്ടാൽ 60 ദിവസത്തെ ശബരിമല പീരീഡ് കഴിയുമ്പോൾ ഒരു വർഷം 30 ലക്ഷം പേരെ മല കയറാൻ പറ്റുള്ളൂ. എന്നാൽ കഴിഞ്ഞ ഒരു വർഷം 1.25 കോടി ആളുകളോടെ വന്നു. അപ്പോൾ 50 പേരെ മാത്രം കയറ്റിവിട്ടാൽ മതിയെന്ന് ഹൈക്കോടതി പറയുന്നങ്ങ് സ്വീകരിച്ചാൽ ഈ 30 ലക്ഷം പേര് ശബരിമല കയറിയിട്ട് ബാക്കി 90 ലക്ഷം പേര് എന്ത് ചെയ്യണം? അവർ ശബരിമലയ്ക്ക് വരണ്ട എന്ന് പറയാൻ പറ്റുമോ? വരണ്ടെന്ന് പറയാൻ പറ്റിയല്ല. അപ്പോൾ ഇത്രയും ജനങ്ങൾ വരുമ്പോൾ അവിടെ 100 പേർക്ക് ഒരു പോലീസുകാരെ വെച്ച് കൊടുത്താൽ 1 ലക്ഷം പേരെ മാനേജ് ചെയ്യണമെങ്കിൽ 1000 പോലീസുകാർ വേണം. ആ 1000 പോലീസുകാരെ ഒരേ സമയം 24 മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റിയല്ല, ഷിഫ്റ്റായിട്ടേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ശരിക്കും ജോലി വേണമെങ്കിൽ 2000 പോലീസുകാർ വേണം. SCRF അവിടെ 150 പോലീസ് എന്ന് വിചാരിച്ചാൽ അവിടെ ഒരു മാറ്റം ഉണ്ടാവത്തില്ല. അപ്പോൾ 2000 പോലീസുകാർ അവിടെ ചെന്നാൽ അവർക്ക് താമസിക്കാൻ സ്ഥലമുണ്ടോ? അവർക്ക് ആഹാരം കഴിക്കാൻ സ്ഥലമുണ്ടോ? അവർക്ക് കിടന്നുറങ്ങാൻ സ്ഥലമുണ്ടോ? അവിടെ ഇല്ല. അപ്പോൾ കൂടുതൽ പോലീസുകാർ അവിടെ നിന്ന് മാനേജ് ചെയ്യാൻ ശ്രമിച്ചാൽ പറ്റിയല്ല. അപ്പോൾ ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ഇന്നലെ 1 ലക്ഷം വന്നുള്ളൂ. മകരവിളക്കിന് 6 ലക്ഷം പേരാണ് അവിടെ വരുന്നത്. ഈ 6 ലക്ഷം പേരെ മാനേജ് ചെയ്യാൻ കണക്കനുസരിച്ച് നോക്കിയാൽ 10-12,000 പോലീസ് വേണം. എവിടുന്ന് കൊണ്ടുവരും ഈ പോലീസിനെ? എങ്ങനെ അവരവിടെ എവിടെ താമസിക്കും? അവർക്ക് കിടന്നുറങ്ങാൻ സ്ഥലമുണ്ടോ? ആഹാരം കഴിക്കാൻ സ്ഥലമുണ്ടോ? ഒരു സ്ഥലമില്ല. ആ 18-ാം പടിയുടെ വീതി കൂട്ടിയാൽ പ്രശ്നം തീരും. പക്ഷെ തൊട്ടു പോരുമെന്ന് വാണിങ്ങാണ്. കാരണം ആചാരപ്രകാരം അത്ര വീതി പാടുള്ളൂ. എവിടെയാണ് ഇത് എഴുതി വെച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടെ ആചാരം. ആ 18-ാം പടിയുടെ വീതി കൂട്ടിയാൽ കുറച്ച് കൂടെ കയറാൻ പറ്റും. അത് സമ്മതിക്കുകയില്ല. ശബരിമലയ്ക്ക് വളരെ ശ്രദ്ധേയമായിട്ട് ഏറ്റവും വലിയ പ്രശ്നം അവിടെ ട്രാഫിക്കാണ്. അപ്പോൾ വണ്ടി അവിടെ വന്ന് പമ്പയിൽ എത്തിക്കഴിഞ്ഞാൽ വന്ന വഴിയിലൂടെ തിരിച്ചു പോകണം. അപ്പോൾ അതിൻ്റെ ആ റോഡിൻ്റെ വീതി കൂട്ടണം. ഒരു രീതിയിലും വനം സ്ഥലം തരത്തില്ല. എന്നാൽ ആ പമ്പയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടെ താപ്പോട്ട് പോകാനൊരു വഴി ഉണ്ടാക്കണേ 100 ഏക്കർ വനം വേണം. ആ 100 ഏക്കർ വനം കേന്ദ്രം കോൺഗ്രസ് ഭരിച്ചു, BJP ഭരിച്ചു, സംയുക്ത വിധായകത്തിൽ ഭരിച്ചു. പക്ഷേ ലോകത്തിലെ കാലാവസ്ഥ മുഴുവൻ ആ 100 ഏക്കറിലാണ് ഇരിക്കുന്നത്. ഒരു കാരണവശാലും ആ 100 ഏക്കർ കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുകയില്ല. അതുകൊണ്ട് ആ റോഡ് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇനി ശൗചാലയം വേണം. ഇപ്പം 500 ശൗചാലയം ഇവിടെ ഉണ്ട്. 1 ലക്ഷം പേര് അവിടെ വന്നാൽ അവർക്ക് ഒരു 2000-2500 ശൗചാലയം വേണം. ആ ശൗചാലയം വേണ്ടി ഞാൻ സ്ഥലം ചോദിച്ചു. കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുകയില്ല. കേന്ദ്രം കോൺഗ്രസ് ഭരിച്ചു, BJP ഭരിച്ചു, സംയുക്ത വിധായകർ ഭരിച്ചു. ഒരു കാരണവശാലും ആ ശൗചാലയം വേണ്ടി ഞാൻ സ്ഥലം കൊടുക്കുകയില്ല. 25 കോട്ടയം SP ആയിട്ട് ഞാനിരുന്ന കാലം തൊട്ട് എല്ലാ വർഷവും അഭ്യർത്ഥനയായിരിക്കും, സ്ഥലം കൊടുക്കുകയില്ല. വെള്ളം അവിടെ ഒരു കുപ്പി വെള്ളത്തിന് 30 രൂപ വെച്ചാൽ വിറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ മല കയറിയാണെങ്കിൽ ഒരു ഭക്തന് 6 കുപ്പി വെള്ളം വേണം. അപ്പോൾ ഞാൻ JLDGP ആയിരുന്നപ്പോൾ ഞങ്ങൾ 10 രൂപയ്ക്ക് വെള്ളം പീച്ചി ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് 10 രൂപയ്ക്ക് കൊടുത്തു. ഇവിടെ മൾട്ടിനാഷണൽ കമ്പനി എല്ലാം കൂടെ എന്നെ കൊല്ലാക്കൊല്ല ചെയ്തിട്ട് എന്നെ ട്രാൻസ്ഫർ ചെയ്തു. JLDGP സ്ഥാനത്ത് എന്നെ ട്രാൻസ്ഫർ ചെയ്തു അന്ന് 10 രൂപ വെച്ചിട്ട്. അപ്പോൾ 30 രൂപ വെച്ച് 200 രൂപയ്ക്ക് വെള്ളവും വാങ്ങിച്ചുകൊണ്ട് ഒരാൾ മല കയറാൻ പറ്റുമോ? ഇടയ്ക്ക് വെള്ളം കിട്ടാൻ സൗകര്യമില്ല. തിരുപ്പതി മലയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 മീറ്റർ ഇടവിട്ട് വെള്ളം വെക്കുന്ന സ്ഥലമുണ്ട്. ഇവിടെ വെള്ളം വെക്കാൻ സ്ഥലമില്ല. അപ്പം നടന്ന് കുറച്ച് വെള്ളമായിട്ട് മേളിൽ കയറി സന്നിധാനം എത്തുമ്പോഴേ ഇവൻ്റെ കയ്യിൽ വെള്ളമില്ല. പിന്നെ ദാഹിച്ച് അവനോട് നിൽക്കുകയാണ്. ഒരു രക്ഷയില്ല. ഞാൻ കോട്ടയം SP ആയിട്ട് സന്നിധാനം ഡ്യൂട്ടിക്ക് പോവുകയാണ്. മല കയറി പകുതി എത്തിയപ്പോൾ എൻ്റെ കൂടെ 12 പോലീസുകാരുണ്ട്. ക്യൂ അങ്ങ് ജാമായി. 12 പോലീസുകാർ പഠിച്ചവന് വേണ്ടി നോക്കിയിട്ട് 8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഡ്യൂട്ടിക്ക് വന്ന SP-യെ ആ ക്യൂവിൽ നിന്ന് കയറ്റി വിടാൻ പറ്റിയത്. അപ്പോൾ ഈ 12 പോലീസ് അനുഗമിക്കാത്ത ഒരു സാധാരണ ഭക്തൻ എന്ത് ചെയ്യും? അവൻ 12 മണിക്കൂർ നിൽക്കുകയാണ്. ഈ 12 മണിക്കൂർ നിന്നാൽ അവന് മൂത്രം ഒഴിക്കാനുള്ള സൗകര്യമില്ല. 10 മണിക്കൂർ ഞാൻ മൂത്രം ഒഴിക്കാൻ പറ്റില്ല. കോട്ടയം SP ആയിട്ട് മല കയറുകയാണ്. ജനക്കൂട്ടം സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുകയാണ്, മൂത്രം ഒഴിക്കാൻ പറ്റാതെ. അപ്പോൾ ഈ മൂത്രം ഒഴിക്കാൻ സൗകര്യം ഉണ്ടാക്കാൻ പറ്റത്തില്ല, കക്കൂസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അവിടെ ശബരിമല ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി 40 വർഷം ഞാൻ ASP ആയ കാലം തൊട്ട് കേൾക്കുകയാണ് ചെങ്ങന്നൂർ ശബരിമല റെയിൽവേ ലൈൻ പണിയാൻ. ഒരു രക്ഷയില്ല.
അതിന് സ്ഥലമെടുത്ത് കേന്ദ്രം കോൺഗ്രസ് ഭരിച്ചു, BJP ഭരിച്ചു, SP ഗവൺമെന്റ് ഭരിച്ചു. ആ റെയിൽവേ ലൈൻ പണിയല്ല. അവിടെ ഒരു എയർപോർട്ട് ഉണ്ടാക്കിയാൽ ഭക്തർക്ക് എത്താൻ എളുപ്പമാണ്. ആറന്മുള എയർപോർട്ട് ഉണ്ടാക്കാൻ നോക്കി, അതിനെതിരെ സമരം ചെയ്ത് ആ എയർപോർട്ട് പൂടിച്ചു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ദിരാഗാന്ധിക്ക് ശബരിമല വിസിറ്റ് ചെയ്യണമെന്ന് തോന്നി. ഒരു ഹെലിപ്പാഡ് ഉണ്ടാക്കാൻ നമ്മൾ സമ്മതിച്ചില്ല. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രിക്ക് കേരളം കോൺഗ്രസ് ഭരിക്കുകയാണ്. ഹെലിപ്പാഡ് ഉണ്ടാക്കാൻ സമ്മതിച്ചില്ല. അവസാനം എന്ത് പറ്റി? ശബരിമല കയറാതെ ഇന്ദിരാഗാന്ധി ഭരിച്ചു. ഇന്ദിരാഗാന്ധി ശബരിമലയിൽ വന്നിങ്ങനെ ശബരിമലയിൽ കിട്ടുന്ന അഡ്വർടൈസ്മെന്റ് എന്തായിരുന്നു എന്ന് ആളുകൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ പ്രിയങ്കരിയായ ദ്രൗപദി മുർമു പ്രസിഡന്റ് അവിടെ വന്നു. ശബരിമലയ്ക്ക് ലോകം മുഴുവൻ പ്രസിദ്ധി ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമായിരുന്നു. പക്ഷെ എന്ത് പറ്റി? ഹെലിപ്പാഡ് ഉണ്ടാക്കിയില്ല. ദ്രൗപദി മുർമു പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ ഇറങ്ങി അവിടെ പൊതഞ്ഞു വീല്. അത് ലോകം മുഴുവൻ പബ്ലിസിറ്റിയായി. ശബരിമലയ്ക്ക് നല്ല പബ്ലിസിറ്റി കിട്ടുന്നതിന് പകരം കിട്ടിയത് ചീത്ത പബ്ലിസിറ്റിയാണ്. വലിയ വലിയ സ്ഥലങ്ങളിൽ റോപ്പ് വേ ഉണ്ടാക്കും. ഒരു റോപ്പ് വേ ശബരിമല ഉണ്ടാക്കാൻ നോക്കി. ഈ കൺഫ്യൂഷൻ പകുതി പോകും. ഒരു കാരണവശാലും റോപ്പ് വേ ഉണ്ടാക്കാൻ സമ്മതിക്കുകയില്ല. അതിനെതിരെ സമരമാണ്. ഹെലിപ്പാഡ് ഉണ്ടാക്കത്തില്ല, റോപ്പ് വേ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല, ഒരു രക്ഷയില്ല. ഇനി ഭക്തർ കയറിപ്പോകുമ്പോൾ അവരെ ഇടയ്ക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒരു ബാരിക്കേഡ് വെക്കണം. ഈ ബാരിക്കേഡ് ഭക്തർ ജമ്പ് ചെയ്യുകയാണ്. ആ ജമ്പ് ചെയ്യുന്ന സമയത്ത് അവർ പിടിക്കാൻ പറ്റുമോ? പിടിക്കാൻ പറ്റിയില്ല. ആകെ കൺഫ്യൂഷൻ. അപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിൽ അറേഞ്ച്മെന്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ത്രിവേണി സംഗമത്തിലെ കുംഭമേള വന്നു. 360 പേര് മരിച്ചെല്ലാം കൂടി. ഗുജറാത്തിലെ ക്ഷേത്രത്തിൽ ഉത്സവം വന്നിട്ട് മേളത്തെ പാലം ഇടിഞ്ഞു വീട് 43 ചത്തു. തെലുങ്കാന ക്ഷേത്രത്തിലെ 40 പേര് മരിച്ചു. തമിഴ്നാട്ടിൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മീറ്റിംഗ് ആണ്. 40,000 പേരുണ്ടായിരുന്നുള്ളൂ പറയുന്നത്. 50,000 അന്ന് കൂട്ടിക്കോ, 43 പേര് മരിച്ചു. കർണാടകത്തിൽ ഒരു ക്രിക്കറ്റ് മത്സരം സമ്മാനം കൊടുക്കാൻ ആൾ വന്നതാണ്. 60,000 പേരെ വന്നിട്ടുള്ളായിരുന്നു. 11 പേര് മരിച്ചു. അപ്പൊ ജനക്കൂട്ടം ഉണ്ടാകുമ്പോൾ സ്റ്റാമ്പീഡ് ഉണ്ടാവും, നൂറുകണക്കിന് ആളുകൾ മരിക്കും. പക്ഷേ ഇന്നലെ 1,00,000 പേര് വന്നിട്ടും ഒരു സംഭവം ഉണ്ടാവാതെ ആ പോലീസ്, ശ്രീജിത്തും പോലീസും അത് ചെയ്തത് അതിനൊരു നന്മ പറയുകയല്ലാതെ അതിന് അപ്രീഷിയേഷൻ പറയുന്നതിന് പകരം ഇന്നലെ മുതൽ എല്ലാ ചാനലും തോപ്പം പോലീസിനെ കുറ്റം പറയാണ്, ദേവസ്വം ബോർഡിനെ കുറ്റം പറയാണ്. ഇതുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? ആ സ്റ്റാമ്പീഡ് ഉണ്ടാവാതെ അവിടെ രക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്താം. ഹൈക്കോടതി പറഞ്ഞതനുസരിച്ച് നമ്മൾ നടപ്പാക്കിയാൽ ഒരു ദിവസം 50,000 പേരെ കയറാൻ പറ്റുള്ളൂ. 50,000 പേര് കയറിയാൽ 60 ദിവസത്തെ മണ്ഡലകാലവും മകരപൂജയും മകരവിളക്കും കഴിയുമ്പോൾ 30 ലക്ഷം പേരെ മല കയറാൻ പറ്റൂ. ബാക്കി 90 ലക്ഷം ഭക്തർ എന്ത് ചെയ്യണം? അവൻ ശബരിമല വരണ്ടേ?